ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന പാലപ്പമാണ് കേട്ടോ. കള്ള് ചേർത്ത് പാലപ്പമാണ്. നല്ല നാടൻ കള്ള് ചേർത്തിട്ടുണ്ടാക്കുന്ന പാലപ്പം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് 4 മണിക്കൂറോളം ഞാൻ കുതിരാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ നമ്മുടെ പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഊറ്റി മാറ്റിയെടുക്കാം. വെള്ളം ഊറ്റിയതിന് ശേഷം നമുക്കിത് അരയ്ക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പച്ചരിയുടെ 1/4 ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുമിച്ച് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കള്ളാണ് കേട്ടോ. ഞാനൊരു ടോട്ടൽ 1/4 കപ്പ് കള്ളാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 1/4 കപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരയാൻ പാകത്തുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇവിടെ ഒട്ടും തരിയില്ല, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ പച്ചരി മാത്രമാണ് അരച്ചത്. ഇനി അടുത്ത ട്രിപ്പ് അരയ്ക്കുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇതേ മിക്സഡ് ജാറിലേക്ക് ബാക്കിയുള്ള പച്ചരി, ഇത് ഏകദേശം 1/2 കപ്പ് കാണും, പച്ചരി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ചോറാണ്. ഇനി 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പത്തിന് തേങ്ങ എടുക്കുമ്പോൾ അധികം മൂക്കാത്ത തേങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണിന് താഴെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള കള്ള് ഏകദേശം 1/2 കപ്പ് കാണും, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരയാൻ ഭാഗത്തുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. കള്ളെടുക്കുമ്പോൾ നല്ല ഫ്രഷ് കള്ളെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് പുളിക്കാത്ത കള്ള്. കാരണം മാവിൽ ചേർത്ത് നമ്മൾ കുറേ മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമല്ലോ, അപ്പോൾ ഒരുപാട് അങ്ങ് പുളിച്ചു പോകും. അതുകൊണ്ടാണ് നല്ല ഫ്രഷ് കള്ളെടുക്കാനായിട്ട് പറയുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ കുറച്ച് സമയം നന്നായിട്ട് ഈ തവി കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ കൈകൊണ്ട് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോഴാണെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുകയും ചെയ്യും. മാത്രമല്ല മാവ് നന്നായിട്ട് പുളിച്ചു പോകുകയും ചെയ്യും. ഇനി മൂടി വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഞാൻ ഈ ഈവനിങ്ങിൽ ഇത് അരച്ച് വെക്കുന്നുണ്ട്. ഓവർനൈറ്റ് മുഴുവൻ നമ്മൾ പുളിക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ 4-5 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പുളിച്ച് കിട്ടും. ഞാനിവിടെ ഓവർനൈറ്റ് പുളിക്കാനായിട്ട് വെച്ചു. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി കുറച്ചൊക്കെ തൂവി പുറത്ത് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രം എടുക്കുമ്പോൾ അല്പം വിസ്താരമുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ പാത്രത്തിൻ്റെ 1/4 ഭാഗമാണ് അരച്ചൊഴിച്ചത്. പക്ഷേങ്കിലും നന്നായിട്ട് പൊങ്ങിയിട്ട് കുറച്ച് തൂകിപ്പോയി കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് മാവ് നമുക്ക് ഇതുപോലെ വടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരുപാട് തവിയിട്ട് ഇളക്കി അതിലെ ബബിൾസ് ഒന്നും പൊട്ടിച്ച് കളയുന്നില്ല. ഇനി നമുക്ക് അപ്പം കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് അപ്പച്ചട്ടി വെച്ചിട്ട് ചൂടാകുന്ന സമയത്ത് 1 തവി മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നല്ല ഷേപ്പിൽ വട്ടത്തിൽ ചുറ്റിച്ചെടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം കേട്ടോ മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി നല്ല ബബിൾസൊക്കെ വന്നിട്ട് പൊട്ടി തുടങ്ങും. ഇങ്ങനെ മാവ് ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇടയിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ബബിൾസ് വന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഈ അപ്പം കുക്കായി വരാൻ അധികം സമയം വേണ്ട, വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇവിടെ കുക്കായിട്ടുണ്ട്. അങ്ങനെ കള്ളി ചേർത്തിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പവും ചുട്ടെടുക്കാം. ആദ്യം ഫ്ലെയിം അല്പം കൂട്ടിയിട്ട് നമ്മുടെ ചട്ടി നല്ല ചൂടായതിനു ശേഷം 1 തവി മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നല്ല ഷേപ്പിൽ ഇതുപോലെ വട്ടത്തിലൊന്ന് ചുറ്റിച്ചെടുക്കണം. ഈ അപ്പച്ചട്ടി നല്ല ചൂടാണെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടില്ലേ, നല്ല ബബിൾസൊക്കെ വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഈ ബബിൾസൊക്കെ വന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇനി സൈഡൊക്കെ അല്പം മുരിഞ്ഞ പരുവത്തിൽ വേണമെങ്കിൽ കുറച്ച് സമയം കൂടി കൂടുതൽ കുക്ക് ചെയ്താൽ മതിയാകും കേട്ടോ. ഇവിടെ ഞാൻ അങ്ങനെ മുരിയിച്ചെടുക്കുന്നില്ല. കണ്ടില്ലേ, രണ്ടാമത്തെ അപ്പവും നമ്മൾ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് പാലപ്പം ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കള്ളി ചേർത്തിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പമാണ്. ഉറപ്പായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പാലപ്പമാണ് കേട്ടോ. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ കുറേ പാലപ്പത്തിൻ്റെ റെസിപ്പികൾ, ഇൻസ്റ്റൻ്റായിട്ടൊക്കെ തയ്യാറാക്കുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ അതുകൂടി കയറി കണ്ടേക്കണേ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.